ഹലോ നമസ്കാരം, എൻ്റെ പേര് അപർണയാണ്. ഇതെൻ്റെ ചാനലാണ് ടാരോ വാരിയർ മലയാളം. എല്ലാവർക്കും ഈ ചാനലിൽ വെൽക്കം. ഇന്ന് ഞാൻ പൈസീസിന് വേണ്ടിയിട്ട് എന്ന് വെച്ചാൽ പൈസീസ് സൺ സൈൻ, മൂൺ സൈൻ, എസെൻഡൻറ്റ് സൈൻസിന് വേണ്ടിയിട്ട് കറണ്ട് ഫീലിങ്സിൻ്റെ റീഡിംഗ് ആണ് ചെയ്യാൻ വന്നിരിക്കുന്നത്. ഇതൊരു ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് എല്ലാവർക്കും എല്ലാ മെസ്സേജസ് റെസൊനേറ്റ് ആവില്ല. റെസൊനേറ്റ് ആവണ മെസ്സേജസ് എടുക്കുക, റെസൊനേറ്റ് ആവാത്ത മെസ്സേജസ് നിങ്ങൾക്ക് ലെറ്റ് ഗോ ചെയ്യാം. നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്തില്ല വെച്ചാൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, വീഡിയോസിനെ കമൻറ്റ് ചെയ്യുക. വീഡിയോസിൽ ഇത് ചെയ്യുമ്പോഴാണ് എനിക്ക് നിങ്ങളുടെ എനർജീനെ ടാപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. എനർജി ടാപ്പ് ചെയ്യുമ്പോഴാണ് നിങ്ങൾക്ക് ഫ്യൂച്ചറിൽ വീഡിയോസ് റെസൊനേറ്റ് ആവുക. അപ്പോൾ ഇത് ചെയ്യാൻ മറക്കരുത്, സബ്സ്ക്രൈബ്, ലൈക്ക്, കോമെൻറ്റ്. അതല്ലാണ്ട് പേഴ്സണലായിട്ട് റീഡിംഗ് നിങ്ങൾക്ക് ബുക്ക് ചെയ്യണം വെച്ചാൽ നിങ്ങൾക്ക് ചെയ്യാം. പേഴ്സണൽ റീഡിങ്സ് പെയ്ഡ് റീഡിങ്സ് ആണ്. അപ്പോൾ നിങ്ങളെന്നെ കോൺടാക്റ്റ് ചെയ്യുക. കോൺടാക്റ്റ് ചെയ്യുമ്പോൾ എന്നെ മെസ്സേജ് അയയ്ക്കുക വാട്സാപ്പിൽ, ഇല്ലെങ്കിൽ ഇമെയിൽ അയയ്ക്കാം. എന്നുവെച്ചാൽ ഞാൻ വീഡിയോ റെക്കോർഡിങ് ചെയ്യുമ്പോൾ എനിക്ക് ഫോൺ കോൾസ് അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് എന്നെ മെസ്സേജ് ചെയ്താൽ ഞാൻ സമയമാവുമ്പോൾ എനിക്ക് സമയം കിട്ടുമ്പോൾ ഞാൻ ഇമീഡിയറ്റ്ലി നിങ്ങൾക്ക് റെസ്പോണ്ട് ചെയ്ത് എല്ലാം ഡീറ്റെയിൽസ് അയച്ചു തരും. പേഴ്സണൽ റീഡിങ്സ് പെയ്ഡ് റീഡിങ്സ് ആണ്. അപ്പോൾ നിങ്ങളെന്നെ കോൺടാക്റ്റ് ചെയ്ത് എൻക്വയറി ചെയ്യുമ്പോൾ ഞാൻ എല്ലാം പേയ്മെൻറ്റ് ഡീറ്റെയിൽസും നിങ്ങൾക്ക് അതിൽ തന്നെ അയച്ചു തരും. ഇൻസ്റ്റഗ്രാമിലും ഞാൻ കുറേ ആക്റ്റീവാണ്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ തന്നെ അവിടെയും ഫോളോ ചെയ്ത് മെസ്സേജ് ചെയ്യാം നിങ്ങൾക്ക് എന്തെങ്കിലും എൻക്വയറി ചെയ്യണം വെച്ചാൽ. എൻ്റെ ചാനലിലെ മെമ്പർഷിപ്പ് ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. അത് ചെക്ക് ചെയ്യുക. നിങ്ങൾക്ക് എൻ്റെ ചാനലിലെ മെമ്പർ ആവണം വെച്ചാൽ ലിങ്ക് നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്ത് മെമ്പർ ആവാം. അപ്പോൾ ഇപ്പോൾ നമ്മൾക്ക് നിങ്ങളുടെ റീഡിങ്ങിലേക്ക് ചെല്ലാം. എന്താ മെസ്സേജസ് പറയണമെന്ന്, നിങ്ങളുടെ പേഴ്സൻ്റെ ഫീലിങ്സ്, അവരുടെ ഫ്യൂച്ചർ ആക്ഷൻ, ഈ റിലേഷൻഷിപ്പിൻ്റെ ഫ്യൂച്ചർ എന്തായിരിക്കും, ഇതൊക്കെ ആണ് നമ്മളിപ്പോൾ നോക്കാൻ പോണത് നിങ്ങളുടെ റീഡിങ്ങിൽ. അപ്പോൾ ഇപ്പോൾ നമ്മൾക്ക് നിങ്ങളുടെ റീഡിങ്ങിൽ ചെല്ലാം. എന്താ മെസ്സേജസ് പറയണമെന്ന് റീഡിങ്ങിൽ കാണാം. അപ്പോൾ പൈസീസ് എന്താണ് നിങ്ങളുടെ മെസ്സേജസിന് നമ്മൾക്ക് നോക്കാം. നിങ്ങളുടെ ഓവറോൾ എനർജി, നിങ്ങളുടെ ഓവറോൾ എനർജിയാണ് 5 ഓഫ് പെൻറ്റക്കിൾസ്. നിങ്ങളുടെ പേഴ്സൻ്റെ ഓവറോൾ എനർജി 6 ഓഫ് വാൻഡ്സ്. നിങ്ങളുടെ രണ്ടാളുടെയും കറൻറ്റ് സിറ്റുവേഷൻ, ഇപ്പോഴത്തെ സ്ട്രെങ്ത്, നിങ്ങളുടെ കറൻറ്റ് ഫീലിങ്സ് ഈ പേഴ്സണിന് വേണ്ടിയിട്ട് നൈറ്റ് ഓഫ് വാൻഡ്സ്. നിങ്ങളുടെ പേഴ്സൻ്റെ കറൻറ്റ് ഫീലിങ്സ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് 9 ഓഫ് വാൻഡ്സ്. നിങ്ങളുടെ ഇൻറ്റൻഷൻ ഇവിടെ ഈ റിലേഷൻഷിപ്പിനെ കുറിച്ച് മൂൺ. ഈ പേഴ്സൻ്റെ ഇൻറ്റൻഷൻ ചാരിയറ്റ്. എന്താണ് നിങ്ങളുടെ ആക്ഷൻ ഉണ്ടാവുക, സൺ. നിങ്ങളുടെ പേഴ്സൺ എന്താ ആക്ഷൻ എടുക്കുക, എംപറർ. നിങ്ങളുടെ ഔട്ട്കം, ഈ റിലേഷൻഷിപ്പിൻ്റെ ഔട്ട്കം. ഓക്കെ, അപ്പോൾ പൈസീസ് 5 ഓഫ് പെൻറ്റക്കിൾസ് ആണ് നിങ്ങളുടെ ഓവറോൾ എനർജി. ഓക്കെ, 5 ഓഫ് പെൻറ്റക്കിൾസ് ഒരു ഡിസപ്പോയിൻമെൻറ്റിൻ്റെ എനർജിയാണ്. ആക്ച്വലി ഇവിടെ നിങ്ങൾ കുറേ റിജക്റ്റഡായി ഫീൽ ചെയ്യണു. നിങ്ങൾക്ക് തോന്നുന്നത് ഈ പേഴ്സൺ നിങ്ങളെ റിജക്റ്റ് ചെയ്തു, അവർ നിങ്ങളെ ശ്രദ്ധിക്കുന്നില്ല, സമയം തരുന്നില്ല, നിങ്ങൾ രണ്ടാളുടെ ഇടയ്ക്ക് അത്ര നിങ്ങൾ സംസാരിക്കാനും പോലും അത്ര സമയം ഈ പേഴ്സണ് കിട്ടുന്നില്ല. അപ്പോൾ നിങ്ങൾ കുറേ ലോ ആയിട്ടാണ് ഫീൽ ചെയ്യണത്. നിങ്ങൾ രണ്ടാളുടെയും ഇടയ്ക്ക് ചിലപ്പോൾ ചില പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്, റീസെൻ്റ്ലി ചില ഇഷ്യൂസ് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കുറേ നിങ്ങൾക്കൊരു ബേർഡനായി ഫീൽ ചെയ്യാൻ തുടങ്ങി. നിങ്ങൾ ആക്ച്വലി ഈ റിലേഷൻഷിപ്പിനെ വിടാൻ നോക്കുകയാണ്. പറഞ്ഞാൽ നിങ്ങളുടെ മനസ്സിൽ അങ്ങനെ ഉണ്ട്, അത് ഈ സിറ്റുവേഷനിൽ ഞാൻ ഹാപ്പി അല്ല, എനിക്ക് ചിലപ്പോൾ ഈ റിലേഷൻഷിപ്പിനെ എൻഡ് ചെയ്തിട്ട് വേണം മുമ്പോട്ട് പോകാനുള്ള അങ്ങനെ ഒരു തോട്ട്, അങ്ങനെ നിങ്ങളുടെ മനസ്സിലൊരു വിചാരമുണ്ട്. ഈ പേഴ്സൻ്റെ ഓവറോൾ എനർജിയിൽ ഞാൻ കാണുന്നത് 6 ഓഫ് വാൻഡ്സ് ആണ്. ഇവർ കുറേ ഒരു പോപ്പുലർ പേഴ്സൺ ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. കുറേ ഫ്രണ്ട്സ് ഉണ്ട്, കുറേ പോപ്പുലറാണ്. ഓക്കെ, പക്ഷേ അതുകൊണ്ട് ഇവിടെ അവർക്ക് ചില ഓപ്ഷൻസും ഉണ്ട് വേറെ. എന്ന് വെച്ചാൽ അവർ കുറേ ഫ്ലേർട്ടിങ് ടൈപ്പ് ഓഫ് പേഴ്സൺ ആവാം. നിങ്ങളുടെ കൂടെ അവരുടെ ഒരു കമ്മിറ്റ്മെൻ്റ് ഒന്നുമില്ല. എന്നുവെച്ചാൽ അവർക്ക് മേ ബി വേറെ ആൾക്കാരും കുറേ അറ്റൻഷൻ തരുന്നുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് അവർക്കിങ്ങനെ ഒരു കമ്മിറ്റ്മെൻറ്റ് പറഞ്ഞാൽ ഇതുവരെ ഞാനൊരു കമ്മിറ്റ്മെൻറ്റ് എനിക്ക് തോന്നുന്നില്ല ഇവിടെ ഉണ്ടെന്ന്. കമ്മിറ്റ്മെൻറ്റ് ഉണ്ടായാലും ഇവർ വേറെ ആൾക്കാരുടെ കൂടെയും ഇൻവോൾവ് ആയിരിക്കാം. അപ്പോൾ ഇവിടെ ഹാങ്ഡ് മാൻ പൈസീസിൻ്റെ തന്നെ എനർജിയാണ്.
അവർ നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ രണ്ടാളും ഒരുമിച്ചല്ലാത്ത സമയത്ത് അവർ ഡെഫിനറ്റ്ലി നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ട്. പക്ഷേ അതുണ്ടായാലും അവരുടെ ഒരു ടോക്സിക് എനർജി ഞാൻ കാണുന്നുണ്ട്. എന്ന് വെച്ചാൽ അവർ വേറെ ഓപ്ഷൻസും ഓപ്പൺ ആയിട്ടാണ് വെക്കണത്. അപ്പോൾ ഇവിടെ ഈ സിറ്റുവേഷനിൽ റിലേഷൻഷിപ്പിൽ ചാലഞ്ചസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ രണ്ടാളും കണ്ടിന്യൂ ചെയ്യാൻ നോക്കണു, പക്ഷേ കുറേ ചാലഞ്ചസ് ഉണ്ട്, ബ്ലോക്സ് ഉണ്ട്. വേറെ ആൾക്കാർ കുറേ ഓപ്ഷനായിട്ടുണ്ട് ഒരാൾക്ക്. നിങ്ങൾ രണ്ടാളും മാരീഡ് ആണെച്ചാലും ഈ പേഴ്സൺ അത്ര ലോയൽ അല്ല. ഓക്കെ, എന്തോ ഇവിടെ ഒരു കമ്മിറ്റ്മെൻറ്റ് ഇല്ലാത്ത മാതിരി ഒരു എനർജി. അപ്പോൾ നിങ്ങളുടെ ഫീലിംഗ് എന്താ വെച്ചാൽ ഈ പേഴ്സൺ വേറെ ആൾക്കാരുടെ കൂടെ ഇൻവോൾവ് ആണ്. ഒരു ഫ്ലേർട്ട് മാതിരി ഒരു എനർജിയാണ്, ഒരു പ്ലെയർ മാതിരി എനർജിയാണ്. അവർ ഒരിക്കലും എനിക്ക് ഒരു കമ്മിറ്റ്മെൻറ്റ് തരില്ല. നിങ്ങൾ വെയിറ്റ് ചെയ്തുകൊണ്ടിരുന്നു, പക്ഷേ ഈ പേഴ്സൻ്റെ ഭാഗത്തുനിന്ന് ഒരു കമ്മിറ്റ്മെൻ്റ് ഇല്ല. ഇൻഫാക്ട് നിങ്ങളുടെ ഭാഗത്തു നിന്ന് ഞാൻ കാണുന്നത് കുറേ ലവാണ്. പക്ഷേ ആ പേഴ്സൻ്റെ സൈഡിൽ നിന്ന് അങ്ങനത്തെ ഒരു ഫീലിംഗ് നിങ്ങൾക്ക് കാണാനില്ല. ഈ പേഴ്സൻ്റെ മനസ്സിൽ ആക്ച്വലി നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഫീലിങ്സ് എന്താ വെച്ചാൽ അവർക്ക് പേടിയുണ്ട് കമ്മിറ്റ് ചെയ്യാൻ. ഓക്കെ, എന്താ വെച്ചാൽ അവർ മേ ബി മുമ്പും റിലേഷൻഷിപ്പ് വർക്കൗട്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഒരു പേടി മനസ്സിൽ ഇത് വർക്കൗട്ട് ചെയ്യോ അറിയില്ല അവർക്ക്. പക്ഷേ നിങ്ങളുടെ കൂടെ കോണ്ടാക്റ്റ് വെക്കണം എന്നുണ്ട്. പക്ഷേ ഇവിടെ എന്തോ കുറേ ഹീലിംഗ് എനർജീസ് കാണാനുണ്ട്. അപ്പോൾ അവർക്ക് അവരുടെ പാസ്റ്റിൽ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടെന്ന് വെച്ചാൽ അതിന്ന് ഇതുവരെ അവർ ഹീൽ ചെയ്തിട്ടില്ല. ഇവിടെ ഞാൻ കാണുന്നത് മൂൺ എനർജിയാണ് ഇൻറ്റൻഷൻ നിങ്ങളുടെ. അപ്പോൾ നിങ്ങൾ കൺഫ്യൂസ്ഡ് ആണ്, നിങ്ങൾക്ക് മനസ്സിലാവണില്ല എന്താ വേണ്ടതെന്ന്. നിങ്ങൾക്ക് ആക്ച്വലി ഈ പേഴ്സൻ്റെ മനസ്സിലെന്താന്ന് പോലും നിങ്ങൾക്ക് അറിയില്ല. നിങ്ങൾക്കൊരു ലോങ് ടേം റിലേഷൻഷിപ്പ് ആണ് വേണ്ടത്. നിങ്ങൾക്കൊരു മാരേജ് വേണം, നിങ്ങൾക്കൊരു സ്റ്റെബിലിറ്റി വേണം. പക്ഷേ ഈ പേഴ്സൺ അതിന് വേണ്ടിയിട്ട് തയ്യാറാണോ എന്ന് നിങ്ങൾക്ക് അറിയില്ല. അതുകൊണ്ട് നിങ്ങളിപ്പോൾ ഈ പേഴ്സണ് ഒരു അൾട്ടിമേറ്റമാണ് കൊടുക്കാൻ പോണത്. ഈ പേഴ്സണോട് നിങ്ങൾ ഡയറക്റ്റ്ലി കാര്യങ്ങൾ സംസാരിച്ചിട്ട് ഇവർ കമ്മിറ്റ് ചെയ്യാൻ തയ്യാറല്ല വെച്ചാൽ നിങ്ങൾ ഈ പേഴ്സണെ ഒരു അൾട്ടിമേറ്റം തരും, അവരെ കട്ട് ഓഫ് ചെയ്യും ആൻഡ് മൂവ് ഓൺ ചെയ്യും. ഈ പേഴ്സൻ്റെ ഇൻറ്റൻഷൻ നിങ്ങളുടെ അടുത്ത് വരാനാണ്, നിങ്ങളുടെ ഡിറക്ഷനിലേക്ക് വരാനാണ്. അവർക്ക് മുമ്പോട്ട് പോകണം എന്നുണ്ട്. പക്ഷേ ഈ കാര്യം നിങ്ങൾക്ക് അറിയുണ്ടാവില്ല. അവർക്കും ക്ലാരിറ്റി വേണം. അവർക്ക് നിങ്ങളോട് കാര്യങ്ങൾ ഇപ്പോൾ ക്ലിയർ ആയിട്ട് തുറന്ന് സംസാരിക്കണം എന്നുണ്ട്. പക്ഷേ കുറച്ച് സമയമെടുക്കും. അവർക്ക് മേ ബി അത്ര ഈസി അല്ല ഈ കാര്യം പറയാൻ. അപ്പോൾ ഈ റിലേഷൻഷിപ്പിൽ കമ്മിറ്റ് ചെയ്യാൻ ഇപ്പോൾ അവർ തയ്യാറായിരിക്കണു. നിങ്ങളുടെ ആക്ഷൻ സൺ. അപ്പോൾ ആക്ഷനിൽ ഞാൻ കാണുന്നത് കുറേ ക്ലാരിറ്റിയും ഹാപ്പിനെസ്സും എബണ്ടൻസൊക്കെയാണ്. അപ്പോൾ ഈ പേഴ്സൺ മേ ബി നിങ്ങൾക്കൊരു ഓഫർ തരുന്നുണ്ടാവും. ആൻഡ് ആ ഓഫർ കിട്ടിയതുകൊണ്ട് നിങ്ങൾ ഹാപ്പിയാണ്. ഇവിടെ ഒരു പുതിയ ബിഗിനിങ്, ഒരു പുതിയ റിലേഷൻഷിപ്പ് അല്ല പറഞ്ഞ ഒരു നെക്സ്റ്റ് ലെവലിലേക്ക് പോകുന്ന എനർജി കാണാണ്ട് ഈ പേഴ്സൻ്റെ ആക്ഷനിൽ എംപ്രർ. അപ്പോൾ ഇവർ ഫൈനലി സീരിയസ് ആവണു ലൈഫിൽ. ഇതിൻ്റെ മുമ്പേ അവർക്ക് ഒരു റെസ്പോൺസിബിലിറ്റി ഒന്നും എടുക്കണം എന്നുണ്ടാവില്ല. പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല. അവരുടെ ഒരു മനസ്സിലൊരു മാറ്റം വന്നിട്ടുണ്ട്. കുറച്ചുകൂടിയും ഒരു സീരിയസ് അപ്രോച്ചാണ്. 4 of Pentacles. അവരങ്ങനെ കാര്യങ്ങൾ തുറന്ന് സംസാരിക്കുന്നില്ല. പക്ഷേ അവർ നിങ്ങൾക്ക് വേണ്ടിയിട്ടൊരു ഓഫർ കൊണ്ടുവരുന്നുണ്ട്. കമ്മിറ്റ് ചെയ്യാൻ തയ്യാറാണ് ഇപ്പോൾ. 5 of Swords ആണ് ഔട്ട്കം. അപ്പോൾ നിങ്ങൾ രണ്ടാളുടെയും ഇടയ്ക്ക് കുറേ വഴക്ക് കാണാണ്ട്. ഓക്കെ, വേറെ ആൾക്കാരും ഈ റിലേഷൻഷിപ്പിൽ ഇൻ്റർഫിയർ ചെയ്യണ എനർജി കാണാണ്ട്. പക്ഷേ ഇത് ഞാൻ കാണുന്നത് നിങ്ങൾ രണ്ടാളും ഈ റിലേഷൻഷിപ്പിൽ എഫേർട്ട് ഇടണ എനർജി കാണാണ്ട്. ഇവിടെ ഒരു പാസ്റ്റിൽ കാര്യങ്ങൾ വർക്കൗട്ട് ചെയ്യാത്തതുകൊണ്ട് ഒരു സെപ്പറേഷനുമുണ്ട്. പക്ഷേ നിങ്ങൾ ഒരു ക്ലാരിറ്റിയിലേക്കാണ് വരണേ. ഞാൻ കാണുന്നത് ഈ പേഴ്സൺ മുമ്പേ എഫേർട്ട് ഇടാത്ത പേഴ്സൺ ഇപ്പോൾ എഫേർട്ട് ഇടാൻ തുടങ്ങുന്നു. 3 of Swords. ഇവിടെ ഹാർട്ട് ബ്രേക്കിൻ്റെ എനർജി ഉണ്ട്. തേർഡ് പാർട്ടി സിറ്റുവേഷൻ ചിലവർക്ക് ഉണ്ടാവും. എന്നുവെച്ചാൽ ഞാൻ പറഞ്ഞ മാതിരി ഈ പേഴ്സൻ്റെ വേറെ ഓപ്ഷൻസും ഉണ്ടായിരുന്നു. പക്ഷേ നിങ്ങളുടെ വിഷസൊക്കെ ഫുൾഫിൽ ആവും. എന്നുവെച്ചാൽ ഈ സിറ്റുവേഷനിൽ ഒരു ഹീലിംഗ് എനർജി ഉണ്ട്. അപ്പോൾ ഈ പേഴ്സൺ ഫൈനലി അവർക്ക് മനസ്സിലാവുന്നുണ്ട് അത് പൈസീസിൻ്റെ കൂടെ തന്നെയാണ് എനിക്ക് ഫ്യൂച്ചർ വേണ്ടതെന്ന്. അപ്പോൾ ഇവിടെ ഒരു വിഷ് ഫുൾഫിൽമെൻറ്റ് കാണാണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടും ഈ പേഴ്സൺ നിങ്ങൾ രണ്ടാളുടെയും റിലേഷൻഷിപ്പ് അതിൽ കുറച്ചൊരു ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ടാവുന്നുണ്ട്. അതാണ് ഞാൻ കാണുന്നത്. ഇവിടെ സൈൻസ് അക്വേറിയസ് ഉണ്ട്, പൈസീസ്, കാപ്രിക്കോൺ ഉണ്ട്, ഏരീസ് ഉണ്ട്, ക്യാൻസർ ഉണ്ട്, ജെമിനി ഉണ്ട്. ഓക്കെ, അപ്പോൾ ഐ ലവ് യു എന്ന് വന്നിട്ടുണ്ട്. ഐ ആം അഫ്രേഡ് ടു കോൺടാക്റ്റ് യു എന്ന് വന്നിട്ടുണ്ട്.
യു വർ ദ ബെസ്റ്റ് തിങ് ഇൻ മൈ ലൈഫ് എന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതാണ് അവരുടെ മനസ്സിലിപ്പോൾ ഉള്ള തോട്ട്സ്. അപ്പോൾ ഇത് നിങ്ങൾക്ക് റെസൊനേറ്റ് ചെയ്ത് വെച്ചാൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. പൈസീസ് ഇത് ഇഷ്ടമായിച്ചാൽ ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പേഴ്സണൽ റീഡിംഗ് വേണം എന്നെ കോൺടാക്റ്റ് ചെയ്യുക, എന്നെ മെസ്സേജ് ചെയ്യുക. മെസ്സേജ് ചെയ്യുമ്പോൾ ഞാൻ എല്ലാം പേയ്മെൻറ്റ് ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അയച്ചു തരും. ഞാൻ തിരിച്ചു വരും വേറൊരു റീഡിംഗ് കൊണ്ടുവന്നാൽ. അതുവരെ ടേക്ക് കെയർ.